ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാണ്? ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തിട്ടും എനിക്കത് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സബ്ജക്ട്സ് ഞാൻ കവർ ചെയ്തു, ഞാൻ സിലബസ് പ്രോപ്പറായിട്ട് നോക്കിയിരുന്നു, പക്ഷെ എനിക്കിത് എന്താ ഓർത്തെടുക്കാൻ പറ്റാത്തത്? ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ 2026 പ്രിലിംസ് എഴുതാൻ പോകുന്ന കുട്ടികളോടാണ്. അതായത് ആസ്പിരൻസ് വളരെ നന്നായി പ്രിപ്പയർ ചെയ്ത് ചിലപ്പം ഒരു വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്തവരാവാം, ചിലപ്പം 1, 2, 3 വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവാം. സോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു വർഷം എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ്. അപ്പം ഈ ഒരു സമയത്ത് ഏകദേശം ഈ ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്, നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാനായിട്ട് സാധിച്ചോ? ഈ സിലബസ് പ്രോപ്പറായിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചോ? ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ റെഡി ആണോ? ഞാൻ ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ റെഡി ആണോ? ഞാൻ ശരിക്കും ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? സോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്കുണ്ടാവും. ആ ഡൗട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നമ്മുടെ ഒരു കുറഞ്ഞ കോൺഫിഡൻസ് ലെവലിലേക്കാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞൊരു അവസ്ഥയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റണമെന്നില്ല. സോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചോ ഇല്ലയോ, നമ്മൾ കോമ്പീറ്റന്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ചെറിയൊരു എക്സസൈസ് ഉണ്ട്. അടുത്തൊരു 5 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. അതായത് ഈ എൻറ്റയർ സിലബസ് ഉണ്ടല്ലോ, ഓരോ സബ്ജക്റ്റിന്റെയും എൻറ്റയർ സിലബസ്, നിങ്ങൾ ആ എൻറ്റയർ സിലബസിലൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കണം. സോ എങ്ങനെയാണ് കടന്നു പോകേണ്ടത് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിസ്റ്ററി എടുത്തു. അപ്പം ആ ഹിസ്റ്ററിയുടെ ഫുൾ സിലബസിലൂടെ, അതായത് ഇപ്പം നമ്മൾ ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ അങ്ങനെയുള്ള ഫുൾ സിലബസിലൂടെ നിങ്ങൾ കടന്നു പോകണം. അപ്പം എങ്ങനെ കടന്നു പോകണം? നമുക്ക് 1 ദിവസം 2 ദിവസം എടുത്ത് ചെയ്യുന്ന പരിപാടിയല്ലത്. നിങ്ങൾ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഇത് കടന്നു പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യത്തിലൂടെ നമ്മൾ ജസ്റ്റ് ഓടി പോവുകയാണ്. അപ്പം ഒരു ഭയങ്കര വലിയൊരു എക്സസൈസ് ആണിത്. അപ്പൊ നമ്മൾ ഓടിച്ചു പോവുകയാണ്. അപ്പൊ എത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഒരു പഠനമല്ല നടക്കുന്നത്. ബേസിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് റീഅഷ്യൂർ ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമുക്കത് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഒരു 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സബ്ജക്ട് ഫുള്ള് തീർക്കുന്നു. അത് തീർത്തിടത്തോളം മതി. അതിനകത്തൂടെ കടന്നു പോകണം, എല്ലാത്തിലൂടെയും കടന്നു പോകണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇവിടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് അടുത്ത 3 മണിക്കൂർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അതും ഇതേപോലെ തന്നെ ജസ്റ്റ് എല്ലാ ടോപ്പിക്സിലൂടെയും ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും പെട്ടെന്നൊന്ന് കടന്നു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാവുമല്ലോ, എന്തായാലും ലെക്ചർ നോട്ട്സ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ നോട്ട്സിലൂടെ കടന്നു പോയാൽ മതി. നിങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ചെയ്യുക. അങ്ങനെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ കടന്നു പോവുക. അതിനുശേഷം അടുത്ത ദിവസവും ഈ സെയിം എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക. ഹിസ്റ്ററി ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും കുറച്ച് സമയം എടുത്തിട്ട് ഹിസ്റ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു 5 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്നത് അത്രയും പഠിച്ച കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് നമ്മൾ അതിന്റെ മുകളിലൂടെ ഒന്നുകൂടെ ഓടിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിരുന്നു, ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് ഈ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ പഠനമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നമുക്കൊരു പ്രോപ്പർ കൈൻഡ് ഓഫ് റിവിഷൻ, വളരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള റിവിഷനും കൂടെ നടക്കുന്ന ഒരു പരിപാടിയാണിത്. സോ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂട്ടും. അത് മാത്രമല്ല, നമ്മൾ എവിടേക്കാണ് ലാക്ക് ചെയ്യുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു കണക്ഷൻ കിട്ടാതെ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സസൈസ് ആണിത്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവരും ഈ ഒരു എക്സാമിനേഷൻ തിരക്കിലായിരിക്കും, മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ടെസ്റ്റും ഒക്കെ എടുക്കുന്ന ഒരു തിരക്കിലായിരിക്കും. സോ പിന്നെ നമുക്ക് ഒരു അവസരം കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഇത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.